കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇംഗ്ലീഷിലെ മറ്റൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ചാപ്റ്ററാണ്, അതായത് ദി ടോയ്ലറ്റ്. ഓക്കെ, ഇന എംലോപ്പയുടെ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ടോയ്ലറ്റ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ടോയ്ലറ്റ് നമ്മുടെ ഇന എംലോപ്പയുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു പോർഷനാണ് നമ്മുടെ ഈ ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്ന കഥ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓഥറിനെ കുറിച്ചിട്ടൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഈന എംലോപ്പ് ഇസ് എ സൗത്ത് ആഫ്രിക്കൻ സ്റ്റോറി ടെല്ലർ. അപ്പം എന്താണ്, കുറേ സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ പറയാൻ നല്ല രീതിയിൽ, അല്ലെ, സ്റ്റോറീസ് പറയാൻ ഒരു കഴിവ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല, ചില ആൾക്കാർക്ക് ഉറങ്ങിപ്പോവും, അല്ലെ. സ്റ്റോറി ടെല്ലറാണ്, റൈറ്ററാണ്, പ്ലേ റൈറ്റാണ്, ആക്ട്രസ് കൂടിയാണ് കേട്ടോ. She worked as a news reader at the Press Trust and BBC റേഡിയോയിലൊക്കെ ന്യൂസ് റീഡർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. She tells her story in 4 of South African languages, അതായത് English, Afrikaans, Zulu, Xhosa, and also help to motivate children to read. അപ്പം പല ലാംഗ്വേജസിലായിട്ട് അവരുടെ സ്റ്റോറീസ് പറയാറുണ്ട്. അത് മാത്രമല്ല കുട്ടികളെ വായിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ കൂടെ ചെയ്യാറുണ്ട് കേട്ടോ. മച്ച് ഓഫ് ഹർ വർക്ക് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്വാലി, ജാപ്പനീസ്, പല ലാംഗ്വേജസിലേക്ക് ഇവരുടെ വർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ 2016 ഷീ വാസ് ലിസ്റ്റഡ് ആസ് വൺ ഓഫ് BBC's 100 women. From 2019, Emlope's birthday is recognized as National Storytelling Day in South Africa. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരാളുടെ ബർത്ത്ഡേ അവർ ജനിച്ച സ്ഥലത്ത് ഒരു നാഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഡേ ആയിട്ടൊക്കെ ആചരിക്കുകയാണെങ്കിൽ അവർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും ആ ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തുള്ള കുട്ടികളെ. ഓക്കെ, ദെൻ ഷീ ഹാസ് ബീൻ awarded honorary doctorate from 7 universities across the world. ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്, ഓണറി ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ എംലോപ്പയ്ക്ക്. അപ്പം അവരുടെ ഒരു സ്റ്റോറിയാണ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റോറി ടെല്ലറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ വായിക്കാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം നമുക്ക് നോക്കാം, നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് എന്താ പറയുന്നത്. സംടൈംസ് ഐ വാണ്ടഡ് ടു ഗിവ് അപ്പ് ആൻഡ് ബി എ ഗുഡ് ഗേൾ ഹു ലിസൺ ടു ഹെർ എൽഡേഴ്സ്, അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ചില സമയത്ത് എനിക്ക് തോന്നും ഞാൻ എന്ത് ചെയ്യണം, ഗിവ് അപ്പ് ചെയ്യണം. ഗിവ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാം. ഞാൻ വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഒരു എൻ്റെ മുതിർന്ന ആൾക്കാർ, എൽഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാർ, അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് ഒരു ഗുഡ് ഗേൾ ആവണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ, പാരൻസ് പറയുന്നത് കേട്ടാലാണ് നമ്മൾ ഗുഡ് ഗേൾ ആവുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എല്ലാം വിട്ടിട്ട് ഞാൻ എൻ്റെ എൽഡേഴ്സ് പറയുന്നതൊക്കെ കേൾക്കണം, അങ്ങനെ കേട്ടൊരു നല്ല കുട്ടിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. മേ ബി ഐ ഷുഡ് ഹാവ് ഡൺ സംതിങ് ലൈക്ക് ടീച്ചിങ് ഓർ നഴ്സിംഗ് ആസ് മൈ മദർ വിഷ്ഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു, ചിലപ്പോൾ ടീച്ചിങ്ങിന് പോവായിരുന്നു, അല്ലെങ്കിൽ നഴ്സിങ്ങിന് പോവായിരുന്നു. അതാണ് എന്തിഷ്ടം, എൻ്റെ അമ്മയുടെ ആഗ്രഹം. മദർ വിഷ്ഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആഗ്രഹം ഞാൻ ഒന്നെങ്കിൽ ടീച്ചിങ് അല്ലെങ്കിൽ നഴ്സിങ്ങിന് പോകാനാണ്. അപ്പോൾ അവർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഞാൻ അതിനെന്തെങ്കിലും പോകുമായിരുന്നു. People thought these professions were respectable, but I knew I wanted to do something different. അല്ലേ. അപ്പോൾ ആൾക്കാർ, അമ്മയ്ക്ക് അത് പറയാൻ കാരണം എന്താണ്, ഈ ഒരു ജോലിക്കൊക്കെ എന്താണ്, ഭയങ്കര റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പൊസിഷനാണ്. ടീച്ചർ, നഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് കിട്ടുന്ന ജോലിയാണ്. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് അതിന് പോകണം എന്നാണ് ആൾക്കാർ കരുതിയിരുന്നത്. പക്ഷേ ബട്ട് ഐ ന്യൂ, എനിക്കറിയാം എനിക്ക് എന്താണ്, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹം. ദോ ഐ വാസ് നോട്ട് ഷുവർ വാട്ട്, പക്ഷെ എനിക്കറിയില്ല എന്താ ചെയ്യണം എന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന ടീച്ചിങ്ങും നഴ്സിംഗും ഒക്കെ വിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് എനിക്കറിയാം. ദെൻ I thought a lot about acting. അഭിനയത്തിനെ കുറിച്ച്, ഞാൻ അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. My mother said that it had been a waste of money educating me because I did not know what to do with the knowledge I had acquired. അതായത് അമ്മ എപ്പോഴും പറയും എന്നെ പഠിപ്പിച്ചത് എന്താണ്, ഒരു വേസ്റ്റ് ഓഫ് മണിയാണ്, പൈസ പാഴാക്കിയത് പോലെയാണ്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ അക്വയർ ചെയ്ത നോളേജ് വെച്ച് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് എന്നെ പഠിപ്പിച്ചതെല്ലാം വേസ്റ്റ് ആണെന്ന് എൻ്റെ അമ്മ പറയുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി
I had come to Johannesburg. Johannesburg എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലെ ഒരു സിറ്റിയാണ് കേട്ടോ. I had come to Johannesburg for the December holidays after writing my metric exams. മെട്രിക് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ 10ാം ക്ലാസ് ഇല്ലേ, SSLC എക്സാമിനെയാണ് നമ്മൾ മെട്രിക് എക്സാം എന്ന് പറയാം. അപ്പം മെട്രിക് എക്സാം എഴുതിയതിനു ശേഷം ഡിസംബർ ഹോളിഡേയ്സിൽ ഞാൻ എങ്ങോട്ടേക്ക് പോകും? ജോഹന്നസ്ബർഗിലേക്ക് പോകും, ആഫ്രിക്കയിലുള്ള മറ്റൊരു സിറ്റിയിലേക്ക് പോകും. And then stayed on, hoping to find something to do. എന്നിട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കും. എന്താണ്, എനിക്ക് മറ്റെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവിടെ നിൽക്കും. കാരണം നമ്മുടെ റൈറ്ററിന് എന്തിഷ്ടമില്ല, പഠിക്കുന്നതും അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളല്ല താല്പര്യം, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, മെട്രിക്സ് എക്സാം ഒക്കെ എഴുതിയിട്ട് ഡിസംബർ ഹോളിഡേയ്സിൽ ഞാൻ ജോഹന്നസ്ബർഗിൽ പോയിട്ട് അവിടെ നിൽക്കും. എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. Then my elder sister worked in Orange Grove as a domestic worker and I stayed with her in her back room. എന്ന് പറഞ്ഞാൽ അപ്പോൾ ജോഹന്നസ്ബർഗിൽ ഒരു സബ് സിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു സബർബാണ് എന്തോ ഓറഞ്ച് ഗ്രൂവ്. അവിടെ തന്നെയുള്ള ഒരു സിറ്റിയാണ് ഓറഞ്ച് ഗ്രൂവ്. ആ ഓറഞ്ച് ഗ്രൂവ് എന്ന് പറയുന്ന സിറ്റിയിലാണ് എൻ്റെ മൂത്ത സഹോദരി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു വീട്ടുജോലിക്കാരി ആയിട്ടാണ്, ഡൊമസ്റ്റിക് വർക്കർ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഒരു ജോലിക്കാരി ആയിട്ട്, വീട്ടുജോലികൾ ചെയ്യാനായിട്ട് നിൽക്കില്ലേ, അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ജോലിയാണ് ആർക്കുള്ളത്, എൻ്റെ സിസ്റ്ററിനുള്ളത്. അപ്പം ഞാൻ അവളുടെ കൂടെ എവിടെ നിൽക്കും, ബാക്ക് റൂമിൽ നിൽക്കും. ബാക്ക് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയില്ലേ, അഡീഷണൽ ആയിട്ട് നമ്മൾ സെർവൻറ്റിനൊക്കെ നിൽക്കാനുള്ള റൂമില്ലേ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറേജിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വെക്കുന്ന റൂം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ബാക്ക് റൂം എന്ന് പറയുക. അപ്പോൾ ബാക്ക് റൂമിൽ എൻ്റെ സഹോദരിയുടെ കൂടെ ഞാൻ അവിടെ നിൽക്കും. ഇനിയോ, I did not know anybody in Johannesburg except my sister's friend who we went to church with. അതായത് എനിക്ക് ജോഹന്നസ്ബർഗിലെ വേറെ ആരും അറിയില്ല, ആകെ എൻ്റെ സഹോദരിയുടെ ഫ്രണ്ടിനെ മാത്രമേ അറിയുള്ളൂ. അവരെങ്ങനെയാ പരിചയം, ഞങ്ങൾ ഒരുമിച്ച് എവിടെ പോകാറുണ്ട്, ചർച്ചിൽ പോകാറുണ്ട്. അപ്പോൾ കണ്ടുള്ള ഒരു പരിചയമാണ്. I was very bored and lonely. എനിക്ക് അവിടെ ഭയങ്കര ബോറടി തോന്നുമായിരുന്നു. ലോൺലി എന്ന് പറഞ്ഞാൽ എന്താ, ഏകാന്തത. എനിക്ക് അവിടെ ഭയങ്കര ഏകാന്തത തോന്നുമായിരുന്നു, ഭയങ്കര ബോറടിയും ഏകാന്തതയും തോന്നുമായിരുന്നു. കാരണം അവിടെ ആരും അറിയില്ലല്ലോ, അല്ലേ, പുതിയൊരു സിറ്റിയാണ്, അവിടെ ആരും അറിയില്ല. ഇനിയോ, ഓൺ വീക്ക് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കെൻഡ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ സാറ്റർഡേ സൺഡേ വരെ ലീവ് ഉള്ള ദിവസം. വീക്ക് ഡേയ്സ് എന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ. ഓക്കെ, ഓൺ വീക്ക് ഡേയ്സ് I was locked in my sister's room. അപ്പം ജോലിക്ക് ആര് പോകും, എൻ്റെ സഹോദരി പോകും. സഹോദരി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്നെ റൂമിലിട്ട് പൂട്ടും. സോ ദാറ്റ് ദ മാഡം വുഡൻ സീൻ മീ. കാരണം നമ്മുടെ റൈറ്റർ സഹോദരിയുടെ കൂടെ ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. ആ വീട്ടിലാണ് നമ്മുടെ സഹോദരി ജോലി ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ റൈറ്റർ അവിടെ ഉള്ള കാര്യം വീട്ടുകാർക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഞാനുള്ളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ റൂമിൽ പൂട്ടിയിട്ടിട്ടാണ് എൻ്റെ സഹോദരി പോകാറ്. ഓക്കെ, ഷീ വാസ് അറ്റ് ഹോം മോസ്റ്റ് ഓഫ് ദ ടൈം. മാഡം ആണെങ്കിലോ ആ വീട്ടിൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് എന്നെ റൂമിൽ പൂട്ടിയിട്ടിട്ടാണ് എൻ്റെ സഹോദരി പോവുക. She was at home most of the time, painting her nails, having tea with her friends or lying on the sun by the pool. അപ്പം മാഡം വീട്ടിലുണ്ടാകുമ്പോൾ മാഡത്തിൻ്റെ പണി എന്താ, നമ്മളെല്ലാം ചെയ്യുന്ന പോലെ നെയിൽ പോളിഷ് ഒക്കെ ഇടാം, അല്ലേ. പിന്നെയോ മാഡത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചായ കുടിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് എന്ത് ചെയ്യുക, പൂളിൻ്റെ അടുത്ത്, അല്ലെ, ഇങ്ങനെ സൂര്യനെയൊക്കെ കൊണ്ട് ഇങ്ങനെ പൂളിൻ്റെ അടുത്ത് വെറുതെ ഇരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ മാഡത്തിൻ്റെ പണി. ഇനി ദ സ്വിമ്മിംഗ് പൂൾ വാസ് വെരി ക്ലോസ് ടു ദ റൂം, അല്ലെ, ഇതാണ് നമ്മുടെ റൈറ്റർ ഉള്ള റൂം. അതിന് തൊട്ടടുത്താണ് എന്തുള്ളത്, സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. സോ ദ സ്വിമ്മിംഗ് പൂൾ വാസ് വെരി ക്ലോസ് ടു ദ റൂം which is why I had kept very quiet. അതുകൊണ്ടാണ് എനിക്കൊരു അക്ഷരം പോലും മിണ്ടാൻ പാടില്ലാത്ത. കാരണം ഞാൻ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ മാഡം കേൾക്കും, അപ്പം ഞാനിവിടെ ഉള്ള കാര്യം മാഡം അറിയും. അപ്പം അതുകൊണ്ട് തന്നെ വീക്ക് ഡേയ്സിൽ മിക്കവാറും മാഡം വീട്ടിലുണ്ടാവും. അപ്പം ഞാനൊരു അക്ഷരം മിണ്ടാതെ എവിടെ നിൽക്കും, വീട്ടിനകത്ത് അല്ലെങ്കിൽ ആ റൂമിനകത്ത് മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുക. ഇനി my sister felt bad about locking me in there, but she had no alternative. എൻ്റെ സഹോദരിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നെ ഇങ്ങനെ റൂമിൽ ലോക്ക് ചെയ്ത് പോകുന്നതിന്. പക്ഷെ അവൾക്ക് മറ്റൊരു വഴിയില്ല. അതാണ് പറയുന്നത്, ഷീ ഹാഡ് നോ ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വഴി അവൾക്കില്ല. ഓക്കെ, ഐ കുഡന്റ് ഈവൻ പ്ലേ ദ റേഡിയോ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റേഡിയോ പോലും പ്ലേ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, റേഡിയോ പ്ലേ ചെയ്ത സൗണ്ട് കേൾക്കൂലേ. ഇനി സോ ഷീ ബ്രോട്ട് മീ ബുക്സ്, ഓൾഡ് മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദ വൈറ്റ് പീപ്പിൾ. വൈറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെയുള്ള ആൾക്കാർ. വൈറ്റ് പീപ്പിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള ആൾക്കാർ. അപ്പം അവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യും, ഓൾഡ് മാഗസിൻസും ന്യൂസ് പേപ്പേഴ്സും അതുപോലെ തന്നെ നമ്മളുടെ ബുക്സും ഒക്കെ വാങ്ങിയിട്ട് അവൾ എനിക്ക് കൊണ്ടുതരും. കാരണം ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ വായിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അവൾ എനിക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുതരും. ഐ ജസ്റ്റ് റീഡ് എവറി സിംഗിൾ തിങ് ഐ
I came. അല്ലേ, ഞാൻ അവിടെ ബോറടിക്കുന്നതുകൊണ്ട് തന്നെ സിസ്റ്റർ കൊണ്ടുവന്ന എല്ലാം ഞാൻ അരിച്ചു പെറുക്കി വായിക്കും. ഓക്കെ, ദെൻ soon I got a temporary job. അപ്പോൾ എപ്പോഴും ഇങ്ങനെ റൂമിൽ തന്നെ അടച്ചിരുന്ന് ബുക്ക് മാഗസിൻ വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ. soon I got a temporary job. എനിക്ക് താൽക്കാലിക ജോലി പെട്ടെന്ന് തന്നെ കിട്ടി. in a clothing factory in town which made clothes for ladies boutique. അപ്പം എവിടെയാണ് ജോലി? ടൗണിൽ ഒരു ഫാക്ടറിയിൽ ലേഡീസ് ബുട്ടീക്ക്, അതായത് സ്ത്രീകളുടെ ഡ്രസ്സ് ഉണ്ടാക്കുന്ന കടയാണ്. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്തത്, എനിക്ക് ജോലി കിട്ടിയത്. ക്ലോത്തിങ് ഫാക്ടറി ഇൻ ടൗൺ വിച്ച് മെയ്ഡ് ക്ലോത്ത് ഫോർ ലേഡീസ് ബുട്ടീക്ക്. അപ്പോൾ സ്ത്രീകളുടെ ഡ്രസ്സ് വാങ്ങിക്കുന്ന കടയിലേക്ക് ഡ്രസ്സ് തുന്നുന്ന ഫാക്ടറിയിലാണ് ആർക്ക് ജോലി കിട്ടിയത്? നമ്മുടെ ഹീന എംലോപ്പയ്ക്ക്, നമ്മുടെ റൈറ്ററിന് ജോലി കിട്ടിയത്. കണ്ടോ, ചിക്ക് 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 എന്ന് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി I looked forward to meeting new people and I liked the idea of being out of that room for a change. അപ്പോൾ എനിക്ക് എന്ത് ഇഷ്ടമാണ്, മറ്റുള്ള ആൾക്കാരെ, പുതിയ ആൾക്കാരെ കാണാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമാണ്. ആൻഡ് ഇതെന്തായിരിക്കും, ഒരു നല്ല ഐഡിയ ആയിരിക്കും ആ റൂമിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടക്കാൻ. I look forward to meeting new people and like the idea of being out of that room for a change. The factory knocked off at 4:30. അപ്പോൾ എന്ത് ചെയ്യും, ഫാക്ടറി എത്ര മണിക്ക് അടയ്ക്കും? 4:30 അടയ്ക്കും. നമ്മുടെ ഫാക്ടറി 4:30, വൈകിട്ട് 4:30 ഫാക്ടറി അടയ്ക്കും. then I went to park near where my sister worked. എന്നിട്ട് എന്ത് ചെയ്യും, 4:30 നമ്മുടെ ഫാക്ടറി അടച്ചു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ വർക്ക് ചെയ്യുന്ന കടയുടെ അടുത്തുള്ളൊരു പാർക്കിൽ പോയിട്ട് ഞാൻ അവിടെ ഇരിക്കും. ആരെ വെയിറ്റ് ചെയ്തുകൊണ്ട്? സിസ്റ്ററിനെ വെയിറ്റ് ചെയ്തുകൊണ്ട്. I waited there till 6:30. 6:30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6:30, 6 മണി കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കൂടെ കഴിഞ്ഞു എന്നുള്ള അർത്ഥം. 6:30 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6:30 ആണ് കേട്ടോ, 6:30. അപ്പം 4:30 ഫാക്ടറിയിൽ നിന്ന് ജോലി കഴിഞ്ഞിട്ട് സിസ്റ്ററിനെയും വെയിറ്റ് ചെയ്ത് എവിടെ ഇരിക്കും? 6:30 വരെ അവിടെ ഇരിക്കും. when I could sneak into the house again without white people seeing me. എന്തിനാണ് 6:30 വരെ നമ്മുടെ സിസ്റ്ററിനെ വെയിറ്റ് ചെയ്യുന്നത്? കാരണം 4:30 പണി കഴിഞ്ഞാൽ ഓടിക്കയറി വീട്ടിൽ പോകാൻ ഇത് സ്വന്തം വീടല്ല. അതുമാത്രമല്ല, ഈ വീട്ടിൽ നമ്മുടെ റൈറ്റർ നിൽക്കുന്നത് ആ വീട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ 6:30 വരെ എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്ററിനെയും കാത്ത് പാർക്കിൽ നമ്മുടെ റൈറ്റർ അവിടെ ഇരിക്കും. എന്നിട്ടോ 6:30 സിസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ നമ്മുടെ വീട്ടുകാർ അറിയാണ്ട് അകത്ത് കയറും. അതാണ് പറയുന്നത്, ഐ സ്നീക്ക് ഇൻ ടു ദ ഹൗസ് അഗെയിൻ വിത്തൗട്ട് ദ വൈറ്റ് പീപ്പിൾ സീയിങ് മീ. സ്നീക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒളിച്ചു പോവാ, അവരെന്നെ കാണാതെ ഞാൻ ആ വീട്ടിനകത്തേക്ക് ഒളിച്ചു കടക്കും. ഇനിയോ, I had to leave the house before 5:30. അപ്പം നമ്മുടെ റൈറ്റർ കഥ പറയാണ്, റൈറ്ററിന് വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങണം? രാവിലെ 5:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഓക്കെ, then in the morning as well. That meant I had no finding something to do with the time I had before I could catch the 7:30 bus to work about 2 hours. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങണം? 5:30 മുൻപ് ഇറങ്ങണം. കാരണം നേരം പുലർന്നു കഴിഞ്ഞാൽ ഇവർ ഇറങ്ങുന്നത് ആരെങ്കിലും കാണും. അപ്പോൾ 5:30 മുൻപ് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. പക്ഷേ ബസ് എത്ര മണിക്കാണ്? ബസ് 7:30 ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു 2 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഈ 2 മണിക്കൂർ സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, that meant I had to find something to do with the time I had before I could catch the 7:30 bus to work about 2 hours. അപ്പോൾ ബസ് പിടിക്കുന്നതിന് മുൻപ്, ബസ് എത്ര മണിക്കാ? 7:30. അപ്പോൾ അതിനിടയിൽ ഒരു 2 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ അതിനിടയിൽ ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കണം. I would go to a public toilet in the park. അപ്പം ഞാൻ എവിടേക്കാണ് പോവുക? ഞാനൊരു പബ്ലിക് ടോയ്ലറ്റിലേക്കാണ് പോവുക. ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. അപ്പം നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റുന്നുണ്ടാവില്ല. കാരണം നമ്മുടെ നാട്ടിലെ പബ്ലിക് ടോയ്ലറ്റിൻ്റെ അവസ്ഥ അത്രയും ശോചനീയമായ അവസ്ഥയാണ്. പക്ഷേ ഈ ടോയ്ലറ്റ് ചിലപ്പോൾ കുറച്ച് വൃത്തി ഉണ്ടാവുമായിരിക്കും. അല്ലാണ്ട് 2 മണിക്കൂറൊന്നും ഒരാൾ ടോയ്ലറ്റിനകത്ത് പോയി ഇരിക്കൂലല്ലോ. ഓക്കെ, I would go to a public toilet in the park. For some reason it was never locked. അപ്പം സാധാരണ പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ആകുമ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ടാകും. അവിടെ ആരെങ്കിലും ഒരാൾ ഇരിക്കുന്നുണ്ടാകും, അല്ലെ, നമ്മൾ പോകുന്നതും വരുന്നതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ആ ടോയ്ലറ്റ് എന്തായിരുന്നില്ല? ലോക്ക്ഡ് ആയിരുന്നില്ല. സോ ഐ വുഡ് ഗോ ഇൻ ആൻഡ് സിറ്റ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ് ടു റീഡ് സം മാഗസിൻ ഓർ അതർ അൺടിൽ ദ റൈറ്റ് ടൈം ടു ക്യാച്ച് ദ ബസ്. അപ്പം ഞാൻ സാധാരണ എന്താ ചെയ്യാം? ഞാൻ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പാർക്കിനകത്തുള്ള ആ പബ്ലിക് ടോയ്ലറ്റിൽ പോവും. അവിടെ ഇരുന്നിട്ട് വല്ല മാഗസിൻസോ ബുക്സൊക്കെ വായിക്കും. സോ ദാറ്റ് ആ 7:30 വരെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടി. ഓക്കെ, ദെൻ ദ ഫസ്റ്റ് ടൈം ഐ വെന്റ് ടു ദിസ് ടോയ്ലറ്റ് ഐ വാസ് ഓൺ മൈ വേ ടു ദ ബസ് സ്റ്റോപ്പ്. അപ്പം നമ്മളോട് കഥ പറയാം.
ഞാൻ ആദ്യമായിട്ട് ഈ ടോയ്ലറ്റ് പോകുന്നത് ഒരു ദിവസം ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോവുമായിരുന്നു. അപ്പോഴെന്താണ്, യൂഷ്വലി ഐ വെന്റ് സ്ട്രെയിറ്റ് ടു ദ ബസ് സ്റ്റോപ്പ്. സാധാരണ ഞാൻ സ്ട്രെയിറ്റ് ബസ് സ്റ്റോപ്പിലേക്ക് പോകും, ഔട്ട്സൈഡ് ദ ഓക്കെ ബസാർസ് വേർ ഇറ്റ് വാസ് വെൽ ലിറ്റ്. അപ്പം ഓക്കെ ബസാറിൻ്റെ പുറത്തൂടെയാണ് ഞാൻ എന്ത് ചെയ്യുക, ബസ് സ്റ്റോപ്പിലേക്ക് പോവുക. അവിടെ അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ടാകും. ആൻഡ് ഐ കുഡ് സീ well lit and I could see. I would wait there. ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ചെയ്യാറ്. റീഡിങ് ഓർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ഗ്രോയിങ് നമ്പർ ഓഫ് കാർസ് ആൻഡ് ബസ്സസ് ഓൺ ദിയർ വേ ടു ടൗൺ. അപ്പോൾ സാധാരണ ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓക്കെ ബസാറിൻ്റെ പുറത്തുകൂടെ പോയിട്ട് അവിടെ കുറച്ച് ലൈറ്റ് ഉള്ളതുകൊണ്ട് അതിലെയാണ് പോവുക. എന്നിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, ഞാൻ എന്നിട്ട് ഇങ്ങനെ അതിലൂടെ പോകുന്ന ബസ്സിൻ്റെയും കാറിൻ്റെ എണ്ണം ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഒരു കാരണം എന്താ വെച്ചാൽ ദിവസം ബസ്സിൻ്റെയും കാറിൻ്റെ എണ്ണം ഒക്കെ കൂടിക്കൊണ്ട് വരികയാണ്. സോ ഞാൻ എന്ത് ചെയ്യും, ഗ്രോയിങ് നമ്പർ ഓഫ് കാർസ് ആൻഡ് ബസ്സസ് ഞാനിങ്ങനെ കൗണ്ട് ചെയ്യും. ഓൺ ദാറ്റ് ഡേ, ഓക്കെ, അന്നത്തെ ദിവസം എന്താ പറ്റിയത്, ഇറ്റ് വാസ് റെയിനിങ് ക്വൈറ്റ് ഹാർഡ്, നല്ല പെരും മഴയായിരുന്നു. സോ ഐ തോട്ട് ഐ വുഡ് ഷെൽട്ടർ ഇൻ ദ ടോയ്ലറ്റ് അൺടിൽ ദ റെയിൻ പാസ്റ്റ്. അപ്പം മഴ പോകുന്നത് വരെ ഞാൻ എവിടെ നിൽക്കാം, എനിക്കൊരു തണലിന് വേണ്ടിയിട്ട് ആ ടോയ്ലറ്റിൽ കയറി നിൽക്കാം എന്നാണ് ഞാൻ കരുതിയത്. ഐ നോട്ട് ഫസ്റ്റ്, ഞാൻ ആദ്യം എന്ത് ചെയ്തു, ടക്ക് ടക്ക് മുട്ടി, നോക്ക് ചെയ്തു. To see if there was anyone inside. ആരെങ്കിലും ഉള്ളിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്ക് ചെയ്തു. As there was no reply. അവിടെ നിന്ന് എന്ത് വന്നില്ല, അകത്തുനിന്ന് ഒരു റിപ്ലൈയും മറുപടിയും വന്നില്ല. I pushed the door open and went in. ഞാൻ എന്ത് ചെയ്തു, വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. It did not look like it had been painted for a few years. അകത്ത് കയറിയപ്പോൾ എന്താ, കണ്ടിട്ട് തോന്നുന്നില്ല കുറേ വർഷങ്ങളായിട്ട് പെയിന്റ് ഒന്നും അടിക്കാത്തത് പോലെ ഉണ്ട്. The closed lid of the toilet was going to be my seat for many mornings after that. അതിനുശേഷം എന്താണ്, അപ്പോൾ ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് ഇങ്ങനെ അടയ്ക്കും, ക്ലോസ്ഡ് ലിഡ്. ഓക്കെ, അപ്പോൾ ഈ അടച്ച ടോയ്ലറ്റിൻ്റെ സീറ്റുള്ള ഇവിടെയാണ് ഞാൻ ഇനി കുറേ എൻ്റെ രാവിലെകൾ, എൻ്റെ മോർണിംഗ്സ് ഞാൻ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് ഞാൻ ഉറപ്പിച്ചു. I was very lucky to have found that toilet because of the winter was very cold. അപ്പോൾ എനിക്ക് ഞാൻ നല്ലൊരു ഭാഗ്യമുള്ള ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് ടോയ്ലറ്റും ഒരു സ്പേസും കണ്ടുപിടിക്കാൻ പറ്റിയത്. കാരണം പുറത്ത് നല്ല തണുപ്പാണ്, വിൻ്റർ സീസൺ ആണ്. Not that it was any warmer in there. പക്ഷെ അതിൻ്റെ അകത്ത് ഭയങ്കര തണുപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, ഭയങ്കര ചൂടൊന്നും ഉണ്ടായിട്ടല്ല. Not that it was any warmer in there, but once I had closed the door, it is used to be a little less windy. ഓക്കെ, അപ്പം ലിറ്റിൽ ലെസ് വിൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഭയങ്കര ചൂടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ ടോയ്ലറ്റിൻ്റെ ഡോർ അടച്ചു കഴിഞ്ഞാൽ കാറ്റിന് കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. അപ്പം അവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പും ഒക്കെയാണ്. അപ്പോൾ അതിരാവിലെ ഈ കാറ്റും തണുപ്പത്തും പോയിട്ട് പുറത്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പോൾ ആ ടോയ്ലറ്റ് കിട്ടിയത് ഭാഗ്യമായി. എന്താണ്, അതിനകത്ത് ഭയങ്കര ചൂടൊന്നുമല്ല, പക്ഷെ ഡോർ അടച്ചു കഴിഞ്ഞാൽ കാറ്റിന് ഇച്ചിരി കുറവ് കിട്ടും. കാരണം തണുത്ത കാറ്റെന്ന് പറയുമ്പോൾ നമുക്ക് തണുപ്പ് ഒന്നുകൂടി കൂടും. ഓക്കെ, ദെൻ ഓൾസോ ദ ടോയ്ലറ്റ് വാസ് വെരി സ്മോൾ. അത് മാത്രമല്ല ആ ടോയ്ലറ്റ് ഭയങ്കര കുഞ്ഞായിരുന്നു. Okay, the walls were wonderfully close to me. It felt like it was made to fit me alone. നമുക്കൊക്കെ ടോയ്ലറ്റ് ഭയങ്കര ചെറുതാണെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. പക്ഷെ നമ്മുടെ റൈറ്ററിന് അത് ഭയങ്കര ഒരു പ്രൈവസി ഫീലിംഗ് ആണ് കൊടുത്തത് അല്ലേ. റൈറ്റർ എന്താ പറയണേ, അത് ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് ഞാൻ ആ ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മതിൽ എൻ്റെ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. അത്രയും ചെറുതാണ്. എനിക്ക് നോക്കിയപ്പോൾ എന്താ തോന്നിയത്, എന്നെ മാത്രം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ടോയ്ലറ്റ് പോലെയാണ് എനിക്ക് തോന്നിയെന്നാണ് പറയണേ. ഓക്കെ, the toilet was very small. The walls were wonderfully close to me. എൻ്റെ തൊട്ടടുത്തായിരുന്നു. It felt like it was made to fit me alone. എന്നെ മാത്രം കൊള്ളാൻ വേണ്ടി ഉണ്ടാക്കിയതുപോലെ ഉണ്ടായിരുന്നു. I enjoyed that kind of privacy. എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് പ്രൈവസി ഭയങ്കര ഇഷ്ടമായി. I did a lot of thinking while I sat on the toilet seat. അപ്പോൾ ആ ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നിട്ട് ഞാൻ കുറേ അധികം ചിന്തിച്ചു കൂട്ടി. I did a lot of daydreaming. ഞാൻ കുറേ പകൽ സ്വപ്നങ്ങൾ കണ്ടു. Many times imagining myself in some big hall doing a really popular play with other young actors. അപ്പോൾ ഞാൻ എന്താണ് ഡേ ഡ്രീം ചെയ്യുന്നത്, ഒരു വലിയ ഹാളിൽ ഞാനൊരു ഭയങ്കര പോപ്പുലർ ആയ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഡേ ഡ്രീം ചെയ്തത്. ആരുടെ കൂടെയാണ്, യങ് ആക്ടേഴ്സ് അല്ലെ, നല്ല യങ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ഒരു പോപ്പുലർ നാടകം ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ മനസ്സിൽ കാണുന്നുണ്ടായിരുന്നു. I would sit there dreaming. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ സ്വപ്നം കണ്ടു. ഓക്കെ, I started asking myself why I had not written anything since I left school. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കുകയാണല്ലേ. അപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്താണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒന്നും എഴുതാത്തത്.
അതായത് നമ്മുടെ റൈറ്റർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ എഴുതുമായിരുന്നു, പല കാര്യങ്ങൾ എഴുതുമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചിന്തിക്കാൻ തുടങ്ങി, ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, വൈ ഐ ഹാഡ് നോട്ട് റിട്ടൺ എനിത്തിങ് സിൻസ് ഐ ലെഫ്റ്റ് സ്കൂൾ. നീ സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നീ എന്താ ഒന്നും എഴുതാത്തത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. At least at school, I had written some poems or stories in the school magazine and other magazines and also for school competition. അപ്പം നമ്മുടെ റൈറ്റർ സ്കൂൾ മാഗസിന് വേണ്ടിയിട്ടും മറ്റുള്ള മാഗസിൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോമ്പറ്റീഷൻസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, പോയംസ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പം ഒന്നും എഴുതാത്തത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഓക്കെ, Our English teacher was always encouraging. എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ എന്താണ്, ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ എന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകും, പോയംസ് ഒക്കെ എഴുതിയപ്പോൾ നമ്മുടെ റൈറ്ററിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവും. Our English teacher was always so encouraging. I remember the day I showed him my first poem. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം, ഞാൻ ആദ്യമായിട്ടൊരു പോം എഴുതിയിട്ട് ഞാൻ എൻ്റെ ടീച്ചറെ കാണിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. I was so excited. അപ്പോൾ ടീച്ചർ നല്ലപോലെ എൻകറേജ് ചെയ്തപ്പം ഞാൻ എന്തായിരുന്നു, I was so excited, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. I couldn't concentrate in class for the whole day. അന്നത്തെ ദിവസം എനിക്ക് ആ ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റിയില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഫസ്റ്റ് പോം ഞാൻ എൻ്റെ ടീച്ചറെ കാണിച്ചു, ആ ടീച്ചർ എൻകറേജ് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ഓക്കെ, I did not know anything about publishing then. അപ്പോൾ ആ സമയത്ത് എനിക്കിതിനെ നമ്മൾ പോം എഴുതും, അത് പബ്ലിഷ് ചെയ്യും, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആൻഡ് ഐ ഡിഡ് നോട്ട് ആസ്ക് മൈസെൽഫ് ഇഫ് മൈ സ്റ്റോറീസ് വെർ ഗുഡ് ഇനഫ്. നമ്മൾ വെറുതെ പോയംസ് ഒന്നും പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്നോട് ചോദിച്ചിട്ടുമില്ല, നിന്റെ സ്റ്റോറീസ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ മാത്രം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. ഓക്കെ, ദെൻ ഐ ജസ്റ്റ് എൻജോയ് റൈറ്റിംഗ് തിങ്സ് ഡൗൺ വെൻ ഐ ഹാഡ് ദ ടൈം. ഞാൻ ജസ്റ്റ് ഇത്രയും നോക്കിയിട്ടുള്ളൂ, നീ എൻജോയ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും, പോയംസും സ്റ്റോറീസൊക്കെ എഴുതും. അത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അത് പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചോ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയതാണോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇനി സോ വൺ ഫ്രൈഡേ ആഫ്റ്റർ ഐ ഹാഡ് സ്റ്റാർട്ടഡ് ബീയിങ് ദ ടോയ്ലറ്റ്സ് ബെസ്റ്റ് കസ്റ്റമർ. ഒരു ദിവസം വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പം എന്താ പറയുന്നത്, ഓൺ വൺ ഫ്രൈഡേ ആഫ്റ്റർ ഐ ഹാഡ് സ്റ്റാർട്ടഡ് ബീയിങ് ദ ടോയ്ലറ്റ്സ് ബെസ്റ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴൊരു കസ്റ്റമർ ആവാം, നമ്മളൊരു സാധനം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അല്ലേ. അപ്പം നമ്മുടെ റൈറ്റർ എപ്പോഴും ഈ ടോയ്ലറ്റിൽ തന്നെയാണ് രാവിലെ. അപ്പം അതുകൊണ്ട് തന്നെ ആ ടോയ്ലറ്റിലെ ബെസ്റ്റ് കസ്റ്റമറായി ഞാൻ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്രൈഡേയിൽ ഐ ബോട്ട് മൈസെൽഫ് എ നോട്ട്ബുക്ക്. ഞാൻ എനിക്ക് വേണ്ടി ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചു. ഇൻ വിച്ച് ഐ വാസ് ഹോപ്പിംഗ് ടു റൈറ്റ് സംതിങ്. അപ്പം ഞാൻ എന്ത് കരുതി, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി കുറിക്കാം എന്ന് ഞാൻ കരുതി. ഓക്കെ, ഐ ഡിഡ് നോട്ട് യൂസ് ഇറ്റ് ഫോർ ക്വയറ്റ് വൈൽ അൺടിൽ വൺ ഈവനിങ്. അപ്പോൾ ഒരു ഈവനിങ് ആവുന്നത് വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. മൈ സിസ്റ്റർ ഹാഡ് ടേക്കൺ ഹെർ യൂഷ്വൽ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ഓഫ് ആൻഡ് ഷീ ഹാഡ് ബീൻ ഡിലേഡ് സംവെയർ. അപ്പോൾ എന്താണ്, എൻ്റെ സിസ്റ്റർ പൊതുവെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, പൊതുവെ എല്ലാ തേഴ്സ്ഡേയ്സിൽ വ്യാഴാഴ്ചയിൽ എന്ത് ചെയ്യും, ആഫ്റ്റർനൂൺ ലീവ് എടുക്കും, ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കും. ആൻഡ് ഷീ ഹാഡ് ബീൻ ഡിലേഡ് സംവെയർ. പക്ഷെ എന്ത് ചെയ്യും, ഡിലേ ആണ് എപ്പോഴും വരാൻ. ഉച്ചയ്ക്ക് ലീവ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ വരുമൊന്നുമില്ല, പക്ഷെ അവിടെ എവിടെയൊക്കെ പോയി ഡിലേ ആവാറുണ്ട്. ഐ കെയിം ബാക്ക് ഫ്രം വർക്ക്. അപ്പം ഞാൻ ആ തേഴ്സ്ഡേ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് വന്നു. ഐ കെയിം ബാക്ക് ഫ്രം വർക്ക്. എത്ര മണിക്ക് വരും, 4:30 വരും. ദെൻ വെയിറ്റഡ് ഇൻ ദ പാർക്ക് ഫോർ ദ റൈറ്റ് ടൈം ടു ഗോ ബാക്ക് ഇൻ ടു ദ യാർഡ്. യാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റം അല്ലെങ്കിൽ ആ പരിസരം എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പം ഞാൻ എൻ്റെ വർക്കും കഴിഞ്ഞ് വന്നു, ഞാൻ അവളെ വെയിറ്റ് ചെയ്യാണ്. അവൾ വന്നിട്ട് വേണം അവിടേക്ക് വീട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടു പരിസരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. യാർഡെന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്പേസ് അറൗണ്ട് ഹൗസ്. അപ്പം വീട്ടിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടി ഞാൻ അവളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. The white people always had their supper at 6:30 and that was the time I used to steal my way in without disturbing them for being seen. അപ്പം 6:30 സിസ്റ്റർ വരിക. സിസ്റ്ററിനെയും കൂട്ടിയിട്ട് ആ സമയത്താണ് ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറുക. അപ്പം ആ സമയത്ത് വീട്ടിനുള്ളിൽ കയറാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. എന്താണ് കാരണം, ആ സമയത്താണ് നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, രാത്രി ഭക്ഷണം കഴിക്കുന്നത്. അപ്പം അവർ ഭക്ഷണത്തിൽ മുഴുകിയിരിക്കുന്ന സമയം അവരെന്നെ ശ്രദ്ധിക്കില്ല. അപ്പം ആ സമയം നോക്കിയാണ് ഞാനും സിസ്റ്ററും എന്ത് ചെയ്യണത്, അകത്ത് കയറുന്നത്. ഐ യൂസ് ടു സ്റ്റീൽ മൈ വേ. സ്റ്റീൽ മൈ വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു മൂവ് ക്വിക്ക്ലി, പെട്ടെന്ന് കള്ളന്മാരൊക്കെ കയറുന്ന പോലെ പെട്ടെന്ന് ഞാൻ ആ വീട്ടിനകത്തേക്ക് കയറും. വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദം, അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവരെന്നെ കാണാതെ ഞാൻ പെട്ടെന്ന് അകത്ത് കയറും.
My comings and goings had to be secret because they still didn't know I stayed there. അല്ലേ, അപ്പം ഞാൻ വരുന്നതും പോകുന്നതും എന്തായിരിക്കണം, ഭയങ്കര സീക്രട്ട് ആയിരിക്കണം. കാരണം അവർക്ക് എപ്പോഴും അറിയില്ല ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. I realized that she hadn't come back and decided to sit down in front of her room where I thought I wouldn't be noticed. അപ്പം തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ സാധാരണ സിസ്റ്റർ ഓഫ് ആണല്ലോ. അപ്പം ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയം 4:30 ആയിട്ട് സിസ്റ്ററിനെ കാണുന്നില്ല. അപ്പം ഞാൻ എന്താ കരുതിയത്, അവൾ എന്തായാലും ലേറ്റാണ്, എനിക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ആ വീട്ടിൽ പോകാം. അകത്ത് കയറുന്നില്ല, പക്ഷെ ആ റൂമിന്റെ പരിസരത്ത് പോയി ഇരിക്കാം, എന്നെ ആരും കാണൂല എന്നാണ് കരുതിയത്. ഐ റിയലൈസ് ദാറ്റ് ഷീ ഹാഡൻറ്റ് കം ബാക്ക്. അവൾ ഇതുവരെ വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. റിയലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയില്ലേ, അത്. ആൻഡ് ഡിസൈഡഡ് ടു സിറ്റ് ഡൗൺ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ റൂം. റൂമിന്റെ മുന്നിൽ ഇരിക്കാം എന്ന് കരുതി. വേർ ഐ തോട്ട് ഐ വുഡൻ ബി നോട്ടിസ്ഡ്. നോട്ടിസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് കാണുക. അപ്പം എന്നെ ആരും കാണുമൊന്നുമില്ല, തിരിച്ചറിയൊന്നുമില്ല എന്ന് കരുതിയിട്ട് ആ റൂമിൻ്റെ ബാക്കിൽ പോയി ഇരിക്കാമെന്ന് ഞാൻ കരുതി. ഐ വാസ് റീഡിങ് എ കോപ്പി ഓഫ് ഡ്രം മാഗസിൻ. ഡ്രം മാഗസിൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലെ ഒരു ലോക്കൽ മാഗസിനാണ്. അപ്പം ഞാൻ അവിടെ പോയിരുന്ന ഡ്രം മാഗസിൻ വായിക്കുകയായിരുന്നു. ഹോപ്പിംഗ് ദാറ്റ് ഷീ വുഡ് കം ബാക്ക് സൂൺ ബിഫോർ ദ ഡോഗ്സ് സ്നിഫ്ഡ് മീ ഔട്ട്. അപ്പം നമ്മുടെ മാഡത്തിന് ഡോഗ്സ് ഒക്കെ ഉണ്ട്. ഡോഗ്സ് എന്നെ മണത്ത് കണ്ടുപിടിക്കുന്നതിന് മുൻപ് അവൾ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനൊരു ഡ്രം മാഗസിൻ വായിച്ചിരിക്കുകയായിരുന്നു. I was trying hard to concentrate on my reading. ഞാൻ എൻ്റെ വായനയിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴെന്താണ് സംഭവിച്ചത്? When I had two dogs playing, അല്ലേ, when I heard two dogs playing, chasing each other nearer and nearer to where I was sitting. അപ്പോൾ എനിക്ക് എന്ത് കേൾക്കാൻ പറ്റി? ആ രണ്ട് ഡോഗ്സ് തമ്മിൽ ചേസ് ചെയ്ത് അവർ കുറച്ച് എവിടെ എത്തി? എൻ്റെ അടുത്ത് എത്തിയത് ഞാൻ കേട്ടു. When I heard two dogs playing, തമ്മിൽ അവർ കളിക്കുന്നുണ്ട്. ചേസിങ് ഈച്ച് അതർ നിയറർ ആൻഡ് നിയറർ വേർ ഐ വാസ് സിറ്റിംഗ്. അങ്ങനെ അവർ എൻ്റെ അടുത്തെത്തി, ഞാൻ ഇരിക്കുന്നതിന് അടുത്തെത്തി. ആൻഡ് ദെൻ there they were in front of me. അവർ എവിടെ എത്തിയിട്ടുണ്ട്? എൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ലുക്കിംഗ് ആസ് സർപ്രൈസ്ഡ് ആസ് ഐ വാസ്. അപ്പം അവരും സർപ്രൈസ്ഡ് ആയിരുന്നു, ഞാനും സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ എന്താ സർപ്രൈസ്ഡ് ആയത്? അയ്യോ, ഡോഗ്സ് എന്നെ കണ്ടു. ഡോഗ്സ് എന്താ സർപ്രൈസ്ഡ് ആയത്? ഇതാരാ അപ്പം പുതിയൊരാള്? അങ്ങനെ രണ്ടുപേരും സർപ്രൈസ്ഡ് ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നു. ഓക്കെ, ഫോർ എ ബ്രീഫ് മൂമെന്റ് വി സ്റ്റെയർഡ് അറ്റ് ഈച്ച് അതർ. സ്റ്റെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറിച്ചു നോക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും, ആ നായകളും ഞാനും, അങ്ങോട്ടും ഇങ്ങോട്ടും തുറിച്ചു നോക്കി, ഷോക്കായിട്ട് നോക്കി. ഓക്കെ, ദെൻ ദേ സ്റ്റാർട്ടഡ് ടു ബാർക്ക് അറ്റ് മീ. അങ്ങനെ ആ ഒരു മൊമെന്റ് കഴിഞ്ഞപ്പം അവരെന്നെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി. ബാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുരയ്ക്കുക. അവരെന്നെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി. I was sure they would tear me to pieces if I moved just one finger. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എൻ്റെ ഒരു ചെറു വിരൽ അനക്കിയാൽ ഈ നായകൾ എന്നെ വലിച്ച് കീറും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതാണ് പറയണേ, I was sure, എനിക്ക് ഉറപ്പായിരുന്നു. They would tear me to pieces if I moved just one finger. ഞാൻ എൻ്റെ ഒരു വിരൽ അനക്കിയാൽ തന്നെ അവരെന്നെ പീസ് ആക്കിയിടുന്നു എനിക്ക് ഉറപ്പായിരുന്നു. So I sat very still, trying not to look at them while my heart pounded and my mouth went dry as a paper. അപ്പം ഞാൻ അതുകൊണ്ട് അനങ്ങാണ്ട് നിന്നു. അവരെന്നെ ശ്രദ്ധിക്കാത്തത് പോലെ ഞാനിങ്ങനെ അനങ്ങാതെ നിന്നു. പക്ഷെ അപ്പോഴും എൻ്റെ ഹാർട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. ഹാർട്ട് പൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മൗത്തൊക്കെ ഡ്രൈ ആയിട്ട് ഒരു പേപ്പർ കഷ്ണം പോലെ ആയിട്ടുണ്ടായിരുന്നു പേടിച്ചിട്ട്. ഓക്കെ, സോ ഐ സാറ്റ് വെരി സ്റ്റിൽ. സ്റ്റില്ലായിരിക്കുക എന്ന് പറഞ്ഞാൽ അനങ്ങാതിരിക്കുന്നതിനെയാണ് സ്റ്റിൽ എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഒറ്റ മിനിറ്റ് മക്കളെ. Trying not to look at them while my heart pounded and my mouth went dry as paper. അപ്പോൾ ആ സമയം ഞാൻ അനങ്ങാണ്ട് ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഹാർട്ട് ഇങ്ങനെ ഡിഗിടാന്ന് അടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മൗത്തൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. Then the madam's high pitched voice rang out above the dogs barking. അപ്പോഴെന്ത് വന്നു? ഈ ഡോഗ്സിന്റെ കൊരയിനേക്കാളും അവരുടെ ബാർക്കിംഗ് സൗണ്ടിനേക്കാൾ ഉച്ചത്തിൽ മുഴങ്ങിയിട്ട് ആരുടെ സൗണ്ട് കേട്ടു? മാഡത്തിന്റെ ഹൈ പിച്ച് സൗണ്ട് കേട്ടു. ഓക്കെ, then the madam's high pitch voice rang out ചെയ്യാൻ മുഴങ്ങി കേൾക്കുക. About the dogs barking. അപ്പൊ ഈ പട്ടികളുടെ കൊരയിനേക്കാളും കുരയ്ക്കുന്ന സൗണ്ടിനേക്കാൾ മുഴക്കത്തില് മാഡത്തിന്റെ സൗണ്ട് കേട്ടു. മാഡത്തിന്റെ സൗണ്ട് എന്താ കേട്ടത്? ഐറൻ അല്ലേ? എന്താ വിളിച്ചത്? ഐറൻ എന്നാണ് വിളിച്ചത്. അപ്പൊ ആരായിരിക്കും ഐറൻ?
നമ്മുടെ റൈറ്ററിൻ്റെ ചേച്ചിയായിരിക്കും. ദാറ്റ്സ് മൈ സിസ്റ്റേഴ്സ് ഇംഗ്ലീഷ് നെയിം വിച്ച് വി നെവർ യൂസ്. അപ്പം ഞങ്ങൾ ഉപയോഗിക്കാത്ത ഒരു ഇംഗ്ലീഷ് നെയിം, നമ്മൾ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരും ഉണ്ടാവും, നമുക്കൊരു ഒഫീഷ്യൽ പേരും ഉണ്ടാവും. നമ്മളെല്ലാവരും എന്താ നമ്മുടെ സിസ്റ്റേഴ്സിനെ വിളിക്കുക, വീട്ടിൽ വിളിക്കുന്ന പേര്. ഒഫീഷ്യൽ നെയിം സ്കൂളിലോ ഒഫീഷ്യൽ കാര്യത്തിലൊക്കെയാണ്. അപ്പം മാഡം എന്താണ് വിളിക്കുന്നത്, ഐരൻ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ദാറ്റ്സ് മൈ സിസ്റ്റേഴ്സ് ഇംഗ്ലീഷ് നെയിം വിച്ച് വി നെവർ യൂസ്. ഞങ്ങൾ അത് ഉപയോഗിക്കാറില്ല. ഐ കുഡൻ മൂവ് ഓർ ആൻസർ ദ കോൾ. അപ്പം മാഡം ഐരനെ വിളിച്ചപ്പം എനിക്ക് ആ കോളിന് ആൻസർ ചെയ്യാനോ അനങ്ങാനോ പറ്റിയില്ല. എന്തുകൊണ്ടാണ്, അനങ്ങിക്കഴിഞ്ഞാൽ ഈ ഡോഗ്സ് എന്നെ കടിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ദ ഡോഗ്സ് വേ സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഈ പട്ടികൾ എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുകയാണ്. their teeth so threateningly long. അല്ലെ, ത്രെറ്റനിങ്ലി എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക. അപ്പൊ അവരുടെ പല്ലുകൾ എന്താണ്, അവരുടെ പല്ലുകൾ ഭയങ്കര ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ വലിയ പല്ലുകളാണ്. ഇവിടെ മാഡം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു വിളിച്ചിട്ട്. ഓക്കെ, then there was no reply. അപ്പം മാഡം അവിടെ നിന്ന് ഐരനെ വിളിച്ചു, പക്ഷെ ആരും മറുപടി പറഞ്ഞില്ല. നമ്മുടെ എംലോപ്പയ്ക്ക് മറുപടി പറയാനും പറ്റിയില്ല, കാരണം പേടിച്ചിട്ട് അനങ്ങാതെ നിൽക്കുകയാണ്. ഷീ came to see what was going on. അപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാഡം എന്ത് ചെയ്തു, റൂമിൽ നിന്ന്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഓക്കെ, ഓ ഇറ്റ്സ് യു, ഓ ഇത് നീയായിരുന്നോ, ഹലോ എന്ന് പറയാണ്. അപ്പം നമ്മുടെ എംലോപ്പിനെ കണ്ടപ്പോൾ മാഡം പറയാം, ഓ ഇത് നീയായിരുന്നോ, ഹലോ എന്നൊക്കെ പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യായിരുന്നു. ദെൻ ദ ഡോഗ് സ്റ്റോപ്ഡ് ബാർക്കിംഗ്. അപ്പം മാഡം വന്നപ്പോൾ പട്ടികൾ കുരയ്ക്കുന്നത് നിർത്തി. ബട്ട് ദേ ഹാഡന്റ് മൂവ്ഡ്. അവർ ഇതുവരെ അനങ്ങിയിട്ടില്ല, അവർ അവിടെ തന്നെ നിൽക്കുകയാണ്, പക്ഷേ ശബ്ദം ഉണ്ടാക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ദേ വെർ സ്റ്റിൽ ഗ്രൗളിംഗ് അറ്റ് മീ. ഗ്രൗളിംഗ് എന്ന് പറഞ്ഞാൽ മുരയ്ക്കുക എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ അങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കൂലേ, നമ്മൾ പേടിപ്പിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ, അതേപോലെ പട്ടികൾ മുരയ്ക്കുന്ന സൗണ്ടാണ്, അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കും. ആ സൗണ്ട് അവർ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ, ഐ പ്ലീഡഡ്, നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. കണ്ടോ, നമ്മുടെ എംലോപ്പെ പറയുന്നുണ്ട്, പ്ലീസ് മാഡം എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ മാഡത്തിനെ നോക്കുന്നില്ല. ആരെയാ നോക്കുന്നേ, പട്ടികളെ നോക്കുന്നേ. കാരണം അനങ്ങിക്കഴിഞ്ഞാൽ പട്ടി കടിക്കുമെന്ന് പേടിച്ചിട്ട് പ്ലീസ് മാഡം, മാഡം ഇവിടെ നിൽക്കുന്നത് കേട്ടോ, പ്ലീസ് മാഡം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ഈ പട്ടികൾ എന്നെ കടിക്കും എന്ന് പറയാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയണേ. പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ, ഐ പ്ലീഡഡ്, ഞാൻ അപേക്ഷിച്ചു, നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം, ആ പട്ടികളുടെ മേലിൽ നിന്ന് കണ്ണെടുക്കാതെയാണ് ഞാൻ പറഞ്ഞത്. നോ ദേ വോണ്ട് ബൈറ്റ് യു. അപ്പൊ മാഡം പറഞ്ഞു, പേടിക്കണ്ട, അവർ നിന്നെ കടിക്കൊന്നുമില്ല. വെൻ ഡിഡ് യു കം ഇൻ, നീ എപ്പോഴാണ് വന്നത്? വി ഡിഡ്ന്റ് സീ യു, ഞങ്ങൾ നിന്നെ കണ്ടില്ലല്ലോ, നീ എപ്പോ വന്നു എന്ന് ചോദിക്കുകയാണ്. I have been here for some time now. ഞാൻ കുറച്ച് നേരമായിട്ട് വന്നിട്ടുള്ളൂ. മൈ സിസ്റ്റർ ഇസ് നോട്ട് ഹിയർ, എൻ്റെ സഹോദരി ഇവിടെ ഇല്ല. ഐ എം വെയിറ്റിംഗ് ടു ടോക്ക് ടു ഹെർ. അപ്പോൾ നൈസായിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട്, അവൾ ഇവിടെ ഇല്ല, ഞാൻ അവളെ കാണാൻ വേണ്ടി വന്നതാണ്, ഞാൻ എന്താണ് ഇവിടെ അവളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. യെസ്, ഓ ഷീ ഈസ് നോട്ട് ഹിയർ. അപ്പം മാഡം പറഞ്ഞു, ശരി അവൾ ഇവിടെ ഇല്ല. ഐ ക്യാൻ ഗിവ് ഹെർ എ മെസ്സേജ്, ഞാൻ അവളോട് പറഞ്ഞോളാം, ഞാൻ അവൾക്ക് മെസ്സേജ് പാസ് ചെയ്തോളാം, നീ വന്നിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ഞാൻ അവൾക്ക് പാസ് ചെയ്തോളാം. യു ഗോ ഓൺ ഹോം, ഐ വിൽ ടെൽ ഹെർ ദാറ്റ് യു വോണ്ട് ടു സീ ഹെർ. നീ വീട്ടിൽ പൊക്കോ, ഞാൻ അവൾ വന്നു കഴിഞ്ഞാൽ പറഞ്ഞോളാം, നിന്നെ കാണാൻ വേണ്ടിയിട്ട് നിന്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞോളാം, നീ ഇപ്പം വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ എവറി മോർണിംഗ്, അപ്പം നമ്മുടെ ആളിവിടെ പോയി, വീട്ടിലേക്ക് പോയി, അതായത് ഈ വീട്ടിൽ നിന്ന്, മാഡത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇനി എവറി മോർണിംഗ് ഐ ഹാഡ് ടു വേക്ക് അപ്പ് സ്ട്രേറ്റ് അവേ, റോൾ മൈ ബെഡിങ് ആൻഡ് പുട്ട് ഇറ്റ് ഓൾ അണ്ടർ ദ ബെഡ് വെയർ മൈ സിസ്റ്റർ വാസ് സ്ലീപ്പിംഗ്. അപ്പം നമ്മുടെ റൈറ്റർ കഥ പറയാണ്, എല്ലാ ദിവസവും ഞാൻ എന്താണ് ചെയ്യുക, നേരത്തെ എഴുന്നേൽക്കണം, എഴുന്നേറ്റപ്പം തന്നെ ഞാൻ എൻ്റെ ബെഡ് ഇങ്ങനെ മടക്കണം, കാരണം ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ് ഉള്ളത് വീട്ടുകാർ അറിയാൻ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ആ ബെഡ് മടക്കിയിട്ട് എൻ്റെ സഹോദരി കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലേക്ക് വെക്കണം. ഓക്കെ, ഐ ഹാഡ് ടു റോൾ മൈ ബെഡിങ് ആൻഡ് പുട്ട് ഇറ്റ് ഓൾ അണ്ടർ ദ ബെഡ് വെയർ മൈ സിസ്റ്റർ വാസ് സ്ലീപ്പിംഗ്. ഐ വാസ് നോട്ട് സപ്പോസ് ടു പുട്ട് ഓൺ ദ ലൈറ്റ്. അല്ലേ, ലൈറ്റ് ഇടാൻ പാടില്ല. 5:30 ആരപ്പോൾ അവിടെ ലൈറ്റ് ഇടുന്നതെന്ന് ചോദിച്ചു മാഡം കണ്ടാലോ. അപ്പം എനിക്ക് ലൈറ്റ് ഇടാനുള്ള അനുവാദം റൂമിൽ ഉണ്ടായിരുന്നില്ല. ഓൾദോ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്. അപ്പം 5:30 പുലർച്ചെ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നല്ല ഡാർക്കാണ്. അതിന് 5:30 മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണം, അപ്പം അതിനേക്കാൾ നേരത്തെ എഴുന്നേക്കണം. അപ്പം ആ സമയത്ത് ഒട്ടും ലൈറ്റ് ഇല്ല, ഫുൾ ഡാർക്കാണ്, എന്നാൽ പോലും ലൈറ്റ് ഇടാനുള്ള അനുവാദം എനിക്കില്ല. Okay, I had light a candle and tiptoe my way out with a soap dish and a toothbrush. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു മെഴുകുതിരിയും കത്തിച്ചിട്ട് ടിപ്ടോ ചെയ്യും. ടിപ്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ
നമ്മളിങ്ങനെ വിരലിൽ നടക്കാൻ പറയില്ലേ, ഇങ്ങനെ 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 നടക്കില്ലേ, അത് ഞാൻ ടിപ്ടോ എന്ന് പറയും. അതായത് ശബ്ദം ഉണ്ടാക്കാതെ പൂച്ച നടക്കുന്ന പോലെ പമ്മി പമ്മി നടക്കും. I had light a candle and tiptoe my way out with a soap dish and a toothbrush. അപ്പോൾ ഒരു സോപ്പും എടുത്ത് ഒരു ടൂത്ത് ബ്രഷും എടുത്തിട്ട് ഞാൻ നേരെ എന്ത് ചെയ്യും, ബാത്റൂമിലേക്ക് ശബ്ദം ഉണ്ടാക്കാതെ ഒരു ക്യാൻഡിലും കത്തിച്ചുകൊണ്ട് പോകും. I had do everything and be off on the premises by 5:30 with my shoes in my bag. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഈ പണികളൊക്കെ ചെയ്തിട്ട് 5:30 മുൻപായിട്ട് ആ വീട് പരിസരം ഞാൻ വിട്ടിരിക്കണം. കാരണം എന്താണ്, 5:30 ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ വീട്ടുകാരൊക്കെ എഴുന്നേൽക്കും. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ 5:30 മുൻപ് തന്നെ ഞാൻ ആ വീട് വിട്ട് ഇറങ്ങണം. അപ്പോഴോ ഷൂസ് ഒന്നും ഇടാൻ പറ്റില്ല, കാരണം ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ ഷൂസിൻ്റെ സൗണ്ട് കേൾക്കും. വിത്ത് മൈ ഷൂസ് ഓൺ മൈ ബാഗ്, ഷൂസ് എവിടെ വെക്കും, ബാഗിൽ വെക്കും. ഐ ഓൺലി പുട്ട് ഔട്ട് ദെം ഓൺ വൺസ് ഐ വാസ് സേഫ്ലി ഔട്ട് ഓഫ് ദ ഗേറ്റ്. ആ വീടിൻ്റെ ഗേറ്റ് പുറത്ത് കടന്നാൽ മാത്രമേ ഞാൻ ഷൂസ് ഇടാറുള്ളൂ. ഷൂസ് എവിടെയാണ് വെക്കുക, ഞാൻ എൻ്റെ ബാഗിലാണ് വെക്കാറ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. അപ്പം മാഡം പറഞ്ഞു നീ പൊക്കോ, അവൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഈ വീടിൻ്റെ ഗേറ്റ് കടക്കുമ്പോഴാണ് നമ്മുടെ റൈറ്റർ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കും, എന്നിട്ട് എൻ്റെ ബെഡ് റോൾ ചെയ്യും, എന്നിട്ട് ചേച്ചി കിടക്കുന്നതിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ വെക്കും, എന്നിട്ടൊരു മെഴുകുതിരിയും കത്തിച്ച് ഞാൻ എന്ത് ചെയ്യും, ടൂത്ത് ബ്രഷും സോപ്പും എടുത്ത് ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് 5:30 ആകുമ്പോഴേക്ക് ഞാൻ എൻ്റെ ഷൂസും ബാഗിലിട്ട് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങാറുണ്ട്. ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. തിങ്കിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ് took my mind away from the biting cold of the night and my wet nose. ഓക്കെ, അപ്പം ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്താണ്, ഈ പുറത്തുള്ള ഈ തണുപ്പും എൻ്റെ നനഞ്ഞ മൂക്കിനെ കുറിച്ചുള്ള ചിന്തയും, നനഞ്ഞ മൂക്ക് എന്ന് പറഞ്ഞാൽ ജലദോഷം, കോൾഡ് വന്നിട്ടുള്ള വെറ്റ് നോസും, ഇതൊക്കെ ഞാൻ മറന്നു. ഞാൻ മറ്റെന്തോ ചിന്തയിലേക്ക് ആയിപ്പോയി. until I saw my sister walking towards me. അപ്പം എൻ്റെ സഹോദരി എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കാണുന്നത് വരെ ഞാൻ മറ്റെന്തോ ചിന്തകളിൽ ആണ്ടുപോയി. ഞാൻ അവിടുത്തെ തണുപ്പുള്ള എന്താ പറയുക, തണുപ്പുള്ള കോൾഡ്, ആ മരവിപ്പിക്കുന്ന തണുപ്പും എൻ്റെ മൂക്കൊലിപ്പും ഇതെല്ലാം ഞാൻ മറന്നുപോയി എന്ന് പറയാം. മോളോ, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ഇൻ ദ സ്ട്രീറ്റ്? അപ്പം എന്താ സഹോദരി ചോദിക്കുന്നത്, നീ എന്താ ഇവിടെ പുറത്ത് ചെയ്യുന്നത്? ഓക്കെ, മോളോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്ററിനെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരായിരിക്കും. ഓക്കെ, ഷീ ഗ്രീറ്റഡ് മീ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ ചോദിച്ചു. I quickly briefed her on what had happened. അപ്പം എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാനൊന്ന് ചുരുക്കി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു. Oh, what were you doing inside the first place? ഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ആദ്യം പോയത് എവിടെയാ, വീട്ടിൻ്റെ ഉള്ളിൽ. നീ അവിടെ എന്ത് ചെയ്യായിരുന്നോ? ചേച്ചി ആകെ ചൂടായി അല്ലേ. What were you doing inside in the first place? നീ ആ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചു. You know, you should have waited for me so we could walk in together. നിനക്ക് അറിയണല്ലോ നീ എന്നെ ഇവിടെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോകാൻ നിനക്ക് അറിയണതല്ലേ എന്ന് ചേച്ചി ദേഷ്യത്തോട് ചോദിച്ചു. Then I could say you were visiting or something. ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കയറിയാൽ എനിക്ക് പറയാം നീ എന്നെ കാണാൻ വന്നതാണ് എന്ന് എനിക്ക് പറയാം. ഓക്കെ, now you tell me. ഇപ്പം നീ പറ, what I am supposed to say to them if they see you coming again. ഇനി നീ പറ, നിന്നെ അവർ വീണ്ടും ഈ വീടിനകത്ത് കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരോട് എന്ത് ഉത്തരം പറയാം അല്ലേ? ചേച്ചി ആകെ ടെൻഷൻ അടിച്ചു. ചേച്ചി പറഞ്ഞു, നീ എന്ത് പണിയാണ് കാണിച്ചത്? നിന്നോട് ആരാ വീട്ടിൻ്റെ അകത്ത് കയറാൻ പറഞ്ഞത്? നീ ഇവിടെ വെയിറ്റ് ചെയ്യണ്ടേ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോവാം. അങ്ങനെ ഒരുമിച്ച് പോകുന്നത് എങ്ങാനും കണ്ടാലും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പറയാം അവൾ എന്നെ കാണാൻ വന്നതാണ്. ഇനി നീ പറ, ഇനി നമ്മൾ രണ്ടാമതും കയറി പോകുന്നത് കണ്ടാൽ മാഡത്തിനോട് ഞാൻ എന്ത് പറയും? ചേച്ചി ആകെ ടെൻഷനായി, ചേച്ചി ചൂടായി. ഓക്കെ, she walked angrily towards the gate. ഇതും പറഞ്ഞ ചേച്ചി ദേഷ്യത്തോടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നു പോവാണ്. with me hesitantly following her. അപ്പോൾ എനിക്ക് മടിയുണ്ട്, പക്ഷെ വേറെ വഴിയില്ല. മടിയോടുകൂടി ഞാൻ ചേച്ചീനെ ഫോളോ ചെയ്തു. I mumbled my apologies. മമ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിറുപിറുക്കുക. ഞാൻ എൻ്റെ സോറി, അപ്പോളജി എന്ന് പറഞ്ഞാൽ സോറി, എൻ്റെ ക്ഷമാപണം ഞാനിങ്ങനെ സോറി ചേച്ചി ഞാൻ അറിയാണ്ട് ചെയ്തു പോയത്, അങ്ങനെ ഞാനിങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. and followed her in. ഞാൻ അവളെ പിന്തുടർന്ന് വീട്ടിനകത്തേക്ക് കയറി. by some miracle എന്ന് പറഞ്ഞാൽ അത്ഭുതം, എന്തോ അത്ഭുതം കൊണ്ട് no one seemed to have noticed us and we quickly munched a snack of cold chicken and boiled potatoes and drank our tea hardly on speaking terms. അല്ലേ, അങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ട്, എന്തോ അത്ഭുതകരമായിട്ട് ഞങ്ങൾ വീട്ടിനകത്ത് കയറി, ഞങ്ങളെ ആരും കണ്ടില്ല. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ക്വിക്ലി മഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിറുകിറ സൗണ്ട് ഉണ്ടാക്കുന്നതിനെയാണ് മഞ്ച്ഡ് എന്ന് പറയുക. ടു ഈറ്റ് സംതിങ് സ്റ്റെഡിലി ആൻഡ് ഓഫൻ നോയ്സിലി. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു സ്നാക്ക് കഴിച്ചു, കോൾഡ് ചിക്കൻ്റെ ഒരു സ്നാക്കും പ്ലസ് ബോയിൽഡ് പൊട്ടേറ്റോസ് ഉണ്ടോ, ചിക്കനും കഴിച്ചു, ബോയിൽഡ് പൊട്ടേറ്റോസും പിന്നെ ടീയും കുടിച്ചു.
Okay, I just wanted to howl like a dog. Howl ചെയ്യാന്ന് പറഞ്ഞാൽ അലറുക. അപ്പൊ ഇതെല്ലാം കൂടെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ചേച്ചിയുടെ വക വഴക്ക് കിട്ടി, പട്ടികൾ എന്നെ കണ്ട് പേടിപ്പിച്ചു, ഇതെല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഒച്ചത്തിൽ വിളിച്ച് അലറാൻ തോന്നി. ഇത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ട് ഉള്ളില്. I wished somebody would come and be my friend. അല്ലെ, ഞാൻ ആഗ്രഹിക്കുകയാണ്, പാവമുണ്ടല്ലേ, ഞാൻ ആഗ്രഹിച്ചു ആരെങ്കിലും എൻ്റെ ലൈഫിലേക്ക് ഒന്ന് വന്നിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ. ഓക്കെ, and tell me that I was not useless. ഞാൻ അങ്ങനെ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരാളല്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. and that my sister did not hate me. എൻ്റെ സിസ്റ്റർ എന്നെ വെറുക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. and tell me that one day I would have a nice place to live. അല്ലെ, ഒരു ദിവസം നിനക്കും ഒരു നല്ല ജീവിതം ഉണ്ടാകും, നിനക്കും ഒരു നല്ല ജീവിക്കാൻ ഒരു നല്ല സ്ഥലം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ. കണ്ടോ, അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്ത് ചിന്തിക്കുകയാണ്, ഞാനൊരു യൂസ്ലെസ് അല്ല എന്ന് എന്നോട് ആരെയും പറഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ ചേച്ചിക്ക് എന്നോട് വെറുപ്പില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഒരു കാലത്തിന് നല്ല കാലം വരും എന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ റൈറ്ററിന് ഭയങ്കര സങ്കടമുണ്ട്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുകയാണ്. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം, I woke up long before the alarm went off. ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഓക്കെ, ഇവിടെ എന്തോ ഒന്ന് വിട്ടുപോയിട്ടുണ്ടോ? Nothing? Yes. Okay. The next morning, I woke up long before the alarm went off. അപ്പോൾ അടുത്ത ദിവസം, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ അടുത്ത ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തലേ ദിവസം പട്ടികൾ കടിക്കാൻ വന്നു, മാഡം കണ്ടു, ചേച്ചി ദേഷ്യം പിടിച്ചു, അല്ല, ഈ ഫ്രസ്ട്രേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ അലാം അടിക്കുന്നതിന് മുൻപ് ഞാൻ എഴുന്നേറ്റു. Some kind of pain within pushed me to do everything at double speed and run to my toilet. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള എന്തോ ഒരു കാര്യം എന്നെ എന്ത് ചെയ്യായിരുന്നു, എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് ഡബിൾ സ്പീഡിൽ ചെയ്യാൻ എന്നെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്താ, നമുക്ക് ഒരു സ്ഥലത്ത് വഴക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നൂല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതിയെന്ന് തോന്നും. അപ്പം അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ റൈറ്റർ ഉള്ളത്. അപ്പം എൻ്റെ ഉള്ളിലുള്ള എന്തോ ഒരു വേദന എന്നെ ദിവസേനയുള്ള കാര്യങ്ങൾ ഡബിൾ സ്പീഡിൽ ചെയ്ത് ഇവിടെ നിന്ന് എങ്ങാനും വേഗം ഓടി എൻ്റെ ടോയ്ലറ്റിലേക്ക് ഓടാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചു. I call it my toilet. ഞാൻ എന്താ പറഞ്ഞത്, മൈ ടോയ്ലറ്റ്. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹൗ ഐ ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, എൻ്റെ ടോയ്ലറ്റ് അല്ലേ, എൻ്റേതെന്ന് പറയാൻ എനിക്ക് ആ സ്ഥലം മാത്രം ഉള്ളതുപോലെയാണ് തോന്നിയത്. ആ വിഷമങ്ങളിൽ നിന്ന്, ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടണം എന്നാണ് എനിക്ക് തോന്നിയത്. I felt my spirits really lifting as I put on my shoes outside the gate. അപ്പം എനിക്ക് എന്തുപോലെ തോന്നിയത്, ഗേറ്റിന് പുറത്തിറങ്ങി ആ ഷൂസ് ഇട്ടപ്പോൾ എൻ്റെ ആത്മാവ് ഭയങ്കര എന്താ പറയുക, അപ്ലിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. ആ ഉള്ള അവസ്ഥയിൽ നിന്നും എനിക്ക് ഉള്ളിൽ ഒരു അപ്ലിഫ്റ്റിംഗ് തോന്നി, ഒരു ഉയർച്ച ഉള്ളതുപോലെ തോന്നി. ഐ ഫെൽറ്റ് മൈ സ്പിരിറ്റ്സ് റിയലി ലിഫ്റ്റിംഗ് ആസ് ഐ പുട്ട് ഓൺ മൈ ഷൂസ് ഔട്ട്സൈഡ് ദ ഗേറ്റ്. അപ്പോൾ എന്താണ്, ഒരു പ്രതീക്ഷയാണല്ലേ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇനി എൻ്റെ ടോയ്ലറ്റിൽ എത്താം എന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ സ്പിരിറ്റിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തു എന്ന് പറയാണ്. I made sure that my notebook was in my bag. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, എൻ്റെ നോട്ട്ബുക്ക് എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. I was walking faster. ഞാൻ സ്പീഡിൽ നടക്കുകയാണ്. ഓക്കെ, and my feet were feeling lighter at all the time. അല്ലേ, എനിക്ക് എന്താണ്, സ്പീഡിൽ നടക്കുമ്പോൾ എൻ്റെ കാലിലൊട്ടും ഭാരമില്ലാത്തതുപോലെ സ്പീഡിൽ നടക്കാൻ പറ്റുന്നുണ്ട്. My feet were feeling lighter all the time. ലൈറ്റർ ആവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഭാരമുള്ളത് പോലെ ആകുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഫീലിംഗ് ലൈറ്റർ എന്ന് പറയുമ്പോൾ സ്പീഡിൽ നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ പോലെ ഉണ്ട്. Then I noticed that the door had been painted. ഞാൻ നോക്കിയപ്പോൾ എന്താ, ആ ടോയ്ലറ്റിൻ്റെ ഡോറൊക്കെ ആരോ പെയിന്റ് അടിച്ചിട്ടുണ്ട്. And that a new window pane, ജനൽപ്പാളിയൊക്കെ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. Window pane had replaced the old broken one. പൊട്ടിയ ജനൽപ്പാളിയൊക്കെ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. I smiled to myself. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്താ, ഞാൻ എന്നോട് തന്നെ ഒന്ന് ചിരിച്ചു. ആസ് ഐ റീച്ച് ദ ഡോർ, ഞാൻ ആ ഡോർ എത്തുന്നതിന് മുൻപ് ഞാൻ എന്നോട് തന്നെ ഒന്ന് ചിരിച്ചു. ബിഫോർ ലോങ് ഐ വാസ് സിറ്റിംഗ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ് റൈറ്റിംഗ് എ പോം. അപ്പോൾ ആ ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്ന് ഒരു പോം എഴുതുന്നതിന് മുൻപായിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്നോട് തന്നെ ഒന്ന് ചിരിച്ചു. മെനി മോർ മോർണിംഗ്സ് സോ മീ സിറ്റിംഗ് ദെയർ റൈറ്റിംഗ്. അല്ലെ, പിന്നെ എന്താണ്, കുറേ മോർണിംഗ്സ് ഞാൻ ഇവിടെ ഇരുന്ന് ഈ പോയംസ് ഒക്കെ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. സംടൈംസ് ഇറ്റ് ഡിഡ് നോട്ട് നീഡ് ടു ബി എ പോയം. അപ്പം
ചില സമയത്ത് ഞാൻ രാവിലെ എഴുതുന്ന ഒരു പോയം ആവണമെന്നില്ല. ഐ റോട്ട് എനിത്തിങ് ദാറ്റ് കെയിം ടു മൈ ഹെഡ്. എൻ്റെ തലയിൽ വന്നത് എന്താണോ ഞാൻ എഴുതി. അത് പോയം ആവണമെന്നില്ല, സ്റ്റോറി ആവണമെന്നില്ല, ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ തലയിൽ എന്താണോ വന്നത് അത് ഞാൻ എഴുതി. Into my head. In the same way I would have done if I had a friend to talk to. ഞാൻ എന്താ ചെയ്തപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ മനസ്സിൽ എന്താണോ വരുന്നത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് പറയും അല്ലെ. അങ്ങനത്തെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ in the same way I would have done if I had a friend to talk to. എനിക്ക് സംസാരിക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ പറയായിരുന്നു അതൊക്കെ ഞാൻ ആ ബുക്കിൽ എഴുതി. I remember some days when I felt like I was hiding something from my sister. ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നും ഞാൻ എൻ്റെ സഹോദരിയിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നും. She did not know about my toilet in the park. അവൾക്ക് ഈ പാർക്കിലുള്ള എൻ്റെ ടോയ്ലറ്റിനെ പറ്റിയൊന്നും അറിയില്ല. And she was not in the least interested in my notebook. അവൾക്ക് എന്ത് ഇഷ്ടമല്ല, എൻ്റെ നോട്ട്ബുക്കും ഈ എഴുത്തും ഒന്നും അവൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. Then one morning I wanted to write a story. അപ്പോൾ ഒരു ദിവസം രാവിലെ എനിക്കൊരു സ്റ്റോറി എഴുതണമെന്നുണ്ടായിരുന്നു. About what had happened at work the day before. അപ്പം തലേന്നത്തെ ദിവസം, the day before എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന് ഇന്നലെ, ഡേ ബിഫോർ എന്ന് പറഞ്ഞാൽ ഇന്നാണെങ്കിൽ ഇന്ന് ഞാൻ എഴുതണമെന്ന് വിചാരിച്ച് പോവായിരുന്നു. എന്തിനെ കുറിച്ച്? ഇന്നലെ സംഭവിച്ച കാര്യത്തിനെ കുറിച്ച്. Then one morning I wanted to write a story. എനിക്കൊരു കഥ എഴുതണം. About what had happened at work. വർക്ക് സ്ഥലത്ത്, പണിയെടുക്കുന്ന സ്ഥലത്ത് ഡേ ബിഫോർ ഇന്നലെ സംഭവിച്ച കാര്യത്തിനെ കുറിച്ച് എനിക്ക് എഴുതണം എന്നുണ്ടായിരുന്നു. The supervisor, ആ ക്ലോത്തിങ് ഫാക്ടറിയിലുള്ള സൂപ്പർവൈസർ സ്ക്രീമിങ് അറ്റ് മീ, എൻ്റെ അടുത്ത് അലറുകയായിരുന്നു. എന്തിനാ? ഫോർ നോട്ട് കോളിംഗ് ഹെർ വെൻ ഐ ഹാഡ് സീൻ ദ പീപ്പിൾ ഹു സ്റ്റോൾ 2 dresses അറ്റ് ലഞ്ച് ടൈം. അതായത് ലഞ്ച് ടൈമിൽ 2 ആൾക്കാർ വന്നിട്ട് കടയിലുള്ള ഡ്രസ്സ് മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പം ആ സമയത്ത് നമ്മുടെ സൂപ്പർവൈസറെ വിളിക്കാത്തതിന് ആ കുറ്റവും കൂടെ എന്ത് ചെയ്യായിരുന്നു? എന്നോട് അലറിക്കൊണ്ട് തീർക്കായിരുന്നു. എന്താണ്? ദ സൂപ്പർവൈസർ സ്ക്രീമിങ്, അലറി വിളിച്ചു. എന്താണ്? അറ്റ് മീ ഫോർ നോട്ട് കോളിംഗ് ഹെർ, സൂപ്പർവൈസറെ വിളിക്കാത്തതിന്. എന്തിനു വിളിക്കാത്തതിന്? വെൻ ഐ ഹാഡ് സീൻ ദ പീപ്പിൾ ഹു സ്റ്റോൾ 2 dresses അറ്റ് ലഞ്ച് ടൈം. അപ്പോൾ ലഞ്ച് ടൈമിൽ 2 ആൾക്കാർ വന്ന് ഡ്രസ്സ് മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് സൂപ്പർവൈസറെ വിളിക്കാത്തതിന് എൻ്റെ നേരെ നിലവിളിക്കുകയായിരുന്നു സൂപ്പർവൈസർ. It all came back to me. എല്ലാം കൂടെ എൻ്റെ തലയിലേക്കാണ് വന്നത്. And I was smiling when I reached for the door. അപ്പോൾ ഇതെല്ലാം ആലോചിച്ച് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇതെല്ലാം എഴുതണം, ഈ കഥയെ കുറിച്ചൊക്കെ എഴുതണം എന്ന് ആലോചിച്ച് ഞാൻ എൻ്റെ ടോയ്ലറ്റ് ഡോറിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കുകയായിരുന്നു. I was smiling when I reached for the door. ടോയ്ലറ്റ് ഡോറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ചിരിക്കുകയായിരുന്നു. But it would not open. തുറക്കാൻ പറ്റുന്നില്ല. എന്താണ്? It is locked. എന്താണ്? ലോക്ക്ഡ് ആണ്. ഇറ്റ് വാസ് ലോക്ക്ഡ്. ആ ടോയ്ലറ്റ് അടച്ചിരിക്കുന്നു. ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ആക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് മൈൻ ആഫ്റ്റർ ഓൾ. അപ്പം തുടക്കം മുതലേ പറയുന്നുണ്ട് ഇതൊരു പബ്ലിക് ടോയ്ലറ്റ് ആണ്. പക്ഷെ നമ്മുടെ റൈറ്ററിന് എന്താണ് ഫീൽ ചെയ്തത്? ഇത് എൻ്റെ ടോയ്ലറ്റ് എന്നാണ് ഫീൽ ചെയ്തത്. ഇത് എൻ്റെ മൈ ടോയ്ലറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ആദ്യമായിട്ടന്ന് എനിക്ക് മനസ്സിലായി ഈ ടോയ്ലറ്റ് ഇനി എൻ്റെതല്ല, കാരണം അത് ലോക്ക്ഡ് ആണ്. I think for the first time I accepted that the toilet was not mine after all. ഇനി മുതൽ ഈ ടോയ്ലറ്റ് എൻ്റെ ടോയ്ലറ്റ് അല്ല എന്നുള്ളൊരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. Slowly I walked over to the bench nearby. അങ്ങനെ പതിയെ ഞാൻ എന്ത് ചെയ്തു? ആ പാർക്കിലുള്ള ടോയ്ലറ്റ് ആണല്ലേ, പാർക്കിലുള്ള ബെഞ്ചിനടുത്തേക്ക് നടന്നു. Watch the early spring sun come up and wrote the story anyway. അപ്പോൾ ആ പാർക്കിൽ ഇരുന്നുകൊണ്ട് സൂര്യനൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉദിച്ചു വരുന്നതും, രാവിലെയാണ് പോകുന്നത്, സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നതും ആ ഒരു ഏർലി സ്പ്രിംഗ് ഒക്കെ കണ്ട് ഞാൻ ആ സ്റ്റോറി എഴുതാൻ വേണ്ടിയല്ലേ വന്നത്, ഞാൻ ആ സ്റ്റോറി എഴുതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ടോയ്ലറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി. ഇതെൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി, മനസ്സിലായി എന്നാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാൻ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ, നിങ്ങൾ മനസ്സിലാക്കുന്നത് ആരാണ്, നിങ്ങളുടെ അമ്മയാണോ അച്ഛനാണോ നിങ്ങളുടെ ഫ്രണ്ടാണോ ആരാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും അതേപോലെ തന്നെ നമ്മുടെ റിലേറ്റഡ് വർക്കെല്ലാം നമ്മുടെ എക്സാമിനറിൻ്റെ ആൽഫ ബാച്ചിലായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് ഒരു ലൈവിൽ വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.